എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയറിനെ കുറിച്ചിട്ടാണ്. ഞാൻ എന്റെ ഹെയറിന് വേണ്ടിയിട്ട് എന്തൊക്കെ ടിപ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്റെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്നാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുടി ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ. ചെറിയ പിള്ളേർ മുതൽ വലിയ ആൾക്കാർക്ക് വരെ മുടിയോട് ഇപ്പോൾ ഭയങ്കര ക്രേസ് ആണ്. പക്ഷെ അത് പ്രോപ്പർ ആയിട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് പലർക്കും അറിയുന്നില്ല. ഇപ്പൊ ആണുങ്ങളായാലും മുടി നീട്ടി വളർന്ന ട്രെൻഡാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നല്ല രസമല്ലേ മുടിയൊക്കെ ഇങ്ങനെ ബൺ ചെയ്തിട്ട് ഇങ്ങനെ. ആണുങ്ങൾക്കൊക്കെ ഇത്തരം മുടി വളരാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കൗതുകമാണ്. സോ ഞാൻ എൻ്റെ മുടിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ മുടി എങ്ങനെയാണ് ഞാൻ കെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറച്ച് ടിപ്സുകളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഹെയർ നന്നായിട്ട് കോംബ് ചെയ്യുക. കോംബ് ചെയ്യുമ്പോൾ എപ്പോഴും പല്ലകളുള്ള ചീപ്പ് വെച്ചിട്ട് കോംബ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റേ ചീപ്പ് ഉപയോഗിക്കുമ്പോൾ എത്രയായാലും മുടി പൊട്ടിപ്പോവും. സോ പല്ലകളുള്ള ചീപ്പ് വെച്ചിട്ട് 2 നേരം നന്നായിട്ട് വൃത്തിയായിട്ട് കോംബ് ചെയ്യുക. ദെൻ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് മസാജ് ആണ്. നമ്മുടെ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് സർക്കുലർ മോഷനിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മറ്റേ ചിലവര് നഖം കൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക, അതായത് ചൊറിയാന്ന് പറയും. പക്ഷെ അതിനെക്കാട്ടും കുറച്ചുകൂടി എഫക്റ്റ് തോന്നുന്നത് ഫിംഗർ ടിപ്സ് വെച്ചിട്ട് മസാജ് ചെയ്യുമ്പോഴാണ്. അത് എത്രത്തോളം നമ്മൾ മസാജ് ചെയ്യുന്നു അത്രത്തോളം ഗുണം നമ്മുടെ മുടിക്ക് കിട്ടും. അറ്റ്ലീസ്റ്റ് ഒരു 5 to 15 മിനിറ്റ്സ് എങ്കിലും നമ്മൾ മസാജ് ചെയ്യാൻ ശ്രമിക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓയിലാണ്. ഓയിൽ നമ്മൾ തലയിൽ യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്കാൽപ്പിൽ വേണം ഓയിൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ. ചിലർ മുടിയുടെ കൂടെ തേക്കും, മുടി തേച്ചാൽ മുടി വളരുന്നു പറഞ്ഞിട്ട്. ഒരിക്കലുമില്ല, സ്കാൽപ്പിലാണ് നമ്മളെ ഓയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കേണ്ടത്. ആ തേച്ച് പിടിപ്പിക്കുന്ന സമയത്തും ഒരു 5 മിനിറ്റ്സ് ഒന്നുകൂടി മസാജ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആവും. ഈ കോഴി സമ്മതിക്കില്ലാതെ തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് ഓയിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതല്ല, പ്രോപ്പർ ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ടും ഒരേ ഓയിൽ യൂസ് ചെയ്യാവും ഏറ്റവും ബെറ്റർ. ഇപ്പൊ മാർക്കറ്റിൽ തന്നെ ഒരുപാട് ഓയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മുടി നന്നായിട്ട് വളരും. അത് തേക്കിനോണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഞാനാണെങ്കിലും ആദ്യം മുതലേ കാച്ചി വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതന്നെ ഇപ്പോഴും കൊണ്ടുപോകുന്നു എന്ന് മാത്രം. അപ്പൊ അതാവും എന്താ പറയാ, ഓയിലിന്റെ കാര്യത്തിൽ ഏറ്റവും ബെറ്റർ. നമ്മൾ സ്ഥിരം ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് അത് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഹെയർ മാസ്ക്. നമ്മൾ ആഴ്ചയിൽ 2 ദിവസം നമ്മൾ ഹെയർ മാസ്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഹെയർ മാസ്കിന്റെ വീഡിയോ ഞാൻ വേറെ ഇടാം, എന്തൊക്കെയാണ് ചെയ്യുന്നത് ഉള്ളത്. നമുക്ക് പലതരത്തിലുള്ള ഹെയർ മാസ്ക് ഉണ്ട്. ഉലുവ കൊണ്ട് നമുക്ക് മാസ്ക് ഉണ്ടാക്കാം. പിന്നെ കഞ്ഞി, അതായത് കഞ്ഞി വെള്ളം കൊണ്ട് നമുക്ക് കഞ്ഞിവെള്ളം ചോറൊക്കെ ആയിട്ട് നമുക്ക് മാസ്ക് ഉണ്ടാക്കാം. ചെമ്പരത്തിയുടെ മാസ്ക് ഉണ്ടാക്കാം. അങ്ങനെ പലതരം മാസ്ക് നാച്ചുറൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ മാസ്കിന്റെ കാര്യം ഞാൻ പ്രിപ്പയർ ചെയ്ത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് വെള്ളത്തിൽ ഒരു ഭയങ്കര ഒരു ഫാക്ടർ ആട്ടോ. കാരണം സിറ്റീസിൽ താമസിക്കുന്നവർക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ക്ലോറിന്റെ വെള്ളവും പലരും ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ മുടി ഹെയർ ഫോള് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. കാരണം നന്നായിട്ട് മുടി കൊഴിയും. അപ്പൊ അങ്ങനത്തെവരാണെങ്കിൽ തലേ ദിവസം വെള്ളം പിടിച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം ഉപയോഗിക്കാവും ഏറ്റവും ബെറ്റർ. പിന്നെ ദിവസം തല നനയ്ക്കാൻ ഞാൻ പറയത്തില്ല. ഞാനാണെങ്കിലും ദിവസം തല നനയ്ക്കാറില്ല. 1-2 കൂടുമ്പോഴേ തല നനയ്ക്കാറുള്ളൂ. കാരണം എന്നും തല നനച്ചു എന്ന് വിചാരിച്ചിട്ട് മുടി വളരണം എന്നില്ല, അല്ലെങ്കിൽ എന്നും എണ്ണ തേച്ചു എന്ന് വിചാരിച്ചിട്ട് മുടി വളരണം എന്നില്ല. അപ്പോൾ എപ്പോഴൊക്കെയാണോ നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണോ നമ്മൾ തല നനയ്ക്കുന്നത്, അത് പ്രോപ്പർ ആയിട്ട് കൊണ്ട് നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മുടി വളരും. ഇനിയിപ്പോ ഞാൻ പറയുന്നത് കേട്ടി ഈ ടിപ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി പനംകൊല പോലെ വളരുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഉള്ള മുടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും കുറച്ചെങ്കിലും ഒരു ഗുണം കിട്ടും എന്നുള്ളത് 100% ഷുവറാണ്. സോ ഈ ടിപ്സ് ഒക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.